മതാധ്യാപകർ അവരുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കേണ്ട 10 സ്കില്ലുകളിലെ 3 സ്കില്ലുകളാണ് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത്. ഇന്ന് ഒരു 3 സ്കിൽ കൂടി നമുക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരാം. അതിലൊന്നാണ് സ്റ്റുഡന്റ് അസസ്മെന്റ് സ്കിൽ. ഒരു വിദ്യാർത്ഥി നമ്മുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ആ വിദ്യാർത്ഥിയെ അസസ് ചെയ്ത് ആ കുട്ടിയെ മോണിറ്ററിംഗ് ചെയ്യുന്ന ഒരു വിഷയം അതൊരു പ്രധാന ഘടകമാണ്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവരെ മോണിറ്ററിംഗ് ചെയ്ത് അവരെ അസസ്മെന്റ് നടത്തി അവരെ കഴിവുറ്റവരെ എന്ന് കരുതുന്നവരെ സെലക്ട് ചെയ്യുകയും അല്ലാത്തവരെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. സ്റ്റാൻഡേർഡ് സ്വഭാവം എന്ന് പറയുന്നത് ആദ്യം വരുന്ന വിദ്യാർത്ഥികളെ നാം സ്വീകരിക്കുന്നു. ആ വിദ്യാർത്ഥികളെ അസസ്മെന്റ് നടത്തണം, സ്ക്രീനിങ് നടത്തണം. അവരെ സ്ക്രീനിങ് നടത്തുന്ന സമയത്ത് നിലവിൽ അവരുടെ പ്രായാനുസൃതമായ ഏജ് അപ്രോപ്രിയേറ്റഡ് ആയി അവർ നേടിയിരിക്കേണ്ട ലെവൽ ഇൻഫർമേഷനിലും സ്കില്ലിലും നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കപ്പെടുന്നത് അവരെ റിജക്റ്റ് ചെയ്യാനല്ല, മറിച്ച് ഇവർക്ക് അറിവ് നൽകേണ്ട ലെവൽ ഏതാണ്, ഏതളവിലാണ് ഇവർക്ക് അറിവ് നൽകേണ്ടത് എന്ന് മനസ്സിലാക്കാനാണ്. അങ്ങനെ പരിശോധിച്ച് അവർക്ക് അറിവ് നൽകുമ്പോൾ അവർക്ക് കിട്ടുന്ന അറിവ് ഫാസ്റ്റായി അവർ പഠിച്ചു മുന്നോട്ട് പോകുന്നത് കാണാം. പല സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനം അവരുടെ ക്ലാസ്സിനനുസൃതമായ ലെവലിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ പേരിൽ അവർ കഷ്ടപ്പെടുന്നു എന്നത് കാണാം. ഇതിൻ്റെ കാരണം കൃത്യമായ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എൻട്രി നൽകാൻ, പ്രവേശനം നൽകാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നതുകൊണ്ടാണ്. ആ അസസ്മെന്റ് നടന്നതിന് ശേഷം അവർക്കാവശ്യമായ വ്യക്തിഗത പ്ലാൻ കൂടി അവർ ഗ്രൂപ്പായി പഠിപ്പിക്കുമ്പോൾ പോലും അവർക്ക് നൽകാനും പ്രയോഗിക്കാനും കഴിയും എന്നത് വലിയൊരു ശരിയാണ്. അതിനൊരു അധ്യാപകൻ ഉണ്ടാകേണ്ട സ്കില്ലാണ് സ്റ്റുഡൻറ് അസസ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇപ്പോൾ 3 നേരത്തെ പറഞ്ഞു, ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നാലാമത്തതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ സ്കില്ല് കൗൺസിലിംഗ് ആൻഡ് മെന്ററിംഗ് സ്കിൽ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ കേൾക്കുന്നതാണ് കൗൺസിലിങ്ങിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത്. പലപ്പോഴും കൗൺസിലിങ്ങിൽ അഡ്വൈസിങ് ഉൾപ്പെടുത്തുന്നവരെ കാണാറുണ്ട്. അഡ്വൈസിങ് സത്യത്തിൽ കൗൺസിലിങ്ങിൻ്റെ ബാരിയേഴ്സ് ആണ് എന്നതാണ് ഫോമൽ സൈക്കോളജിയിൽ പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. ഒരു ആളെ കേൾക്കുക എന്നതിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ കേൾക്കാനുള്ള ശേഷി അതൊരു അപാരമായ ശേഷിയാണ്. കൗൺസിലിംഗ് സ്കിൽ, അതുപോലെ മെന്ററിംഗ് സ്കിൽ. മെന്ററിംഗ് ഒരു കുട്ടിക്ക് ആവശ്യമായ അളവിൽ ആവശ്യമായ സന്ദർഭമനുസരിച്ച് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് മെന്ററിംഗ് സ്കിൽ. ആശയം കൊണ്ട്, അഭിപ്രായങ്ങൾ കൊണ്ട് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മെന്ററിംഗ് സ്കിൽ. ഇതൊരു അധ്യാപകന് സാധിച്ചാൽ ഓരോ കുട്ടിയുടെയും ലെവൽ അനുസരിച്ച് കുട്ടിക്ക് ആവശ്യമായ ആത്മീയ ബോധം, ഭൗതിക ബോധം, സൗന്ദര്യബോധം, കുട്ടിക്ക് ആവശ്യമായ സമയബോധം, പരിസരബോധം ഇതെല്ലാം പകർന്നു കൊടുക്കാനും ഏതൊരു വിദ്യാർത്ഥിയെയും ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അവൻ അർഹിക്കുന്ന ഉയരങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാൻ, അനുഭവിപ്പിച്ചു കൊടുക്കാൻ ഒരു അധ്യാപകന് സാധിക്കുന്ന ഒന്നാണ് ഈ കൗൺസിലിംഗ് സ്കിൽ, മെന്ററിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു അധ്യാപകന് ഇത് വളരെയേറെ ആവശ്യമാണ്. മൂന്നാമത്തത് അല്ലെങ്കിൽ ആറാമത്തത് എന്ന് പറയാം, ലീഡർഷിപ്പ് സ്കില്ലാണ്. നല്ല ഒരു നേതൃ മനോഭാവം, നേതൃ പാടവം ഒരു അധ്യാപകൻ ഉണ്ടാകണം. കാരണം അധ്യാപകൻ ഒരു നേതാവാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മോഡലാണ്. എപ്പോഴൊക്കെ ഏതൊക്കെ വികാരങ്ങളാണ് എനിക്കുണ്ടാകേണ്ടത്, ഏതൊക്കെ വൈകാരികതകൾ ഏതൊക്കെ അളവിൽ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകണം, ഏതൊക്കെ പെരുമാറ്റങ്ങൾ ഏതൊക്കെ സമയത്തുണ്ടാകണം, ഇതെല്ലാം ഒരു അധ്യാപകനിൽ നിന്നാണ് ഒരു വിദ്യാർത്ഥി കോപ്പി ചെയ്യേണ്ടത്. അതിന് ഉണ്ടാകേണ്ടത് ലീഡർഷിപ്പ് സ്കില്ലാണ്. ലീഡർഷിപ്പ് സ്കിൽ എന്നത് ഒരു നേതാവിന് തൻ്റെ അനുയായിയെ, തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും അവരെ സേവ് ചെയ്യാനും സംരക്ഷിക്കാനും അവരെ ഉയരങ്ങളിലേക്ക് നയിക്കാനും കഴിയുന്ന ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. ഇതൊരു അധ്യാപകന് വളരെ അനിവാര്യമാണ്. ഈ സ്കിൽ നേടിയെടുത്താൽ അതിൻ്റെ പേരിൽ നമ്മുടെ കൂടെ നമ്മുടെ ഫോളോ ചെയ്ത് വരുന്ന വിദ്യാർത്ഥികളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ നേതാവ് ഇരിക്കുന്ന പൊസിഷൻ്റെ എത്രയോ മേലെ തന്നെ ഫോളോ ചെയ്യുന്നവരെ എത്തിക്കാൻ കഴിയുന്നവനാണ് ശരിക്കും ഒരു നേതാവെന്ന് പറയുന്നത്. ലീഡർഷിപ്പ് സ്കിൽ ഒരു അധ്യാപകനുണ്ടായാൽ തന്നെ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉയരങ്ങൾ കീഴടക്കുകയും
അവർ ഇന്നത്തെ ലോകത്തിനാവശ്യമായ പ്രധാന നേട്ടങ്ങളെല്ലാം, പ്രധാന പ്രതിസന്ധികൾ പരിഹരിക്കാനും നേട്ടങ്ങൾ നേടിയെടുക്കാനും അവർ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ഉയരങ്ങളിലേക്കെത്താൻ ഒരു അധ്യാപകന്റെ കൈവശം ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ് സ്കിൽ. ഇത് നാം പരിശീലിച്ചാൽ നമുക്കേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഹാപ്പി സോണിൻ്റെ മുദരിസുമാർക്കുള്ള, മതാധ്യാപകർക്കുള്ള പരിശീലനങ്ങളിൽ അഡ്വാൻസ്ഡ് പരിശീലനമാണ് മുദരിസ് അക്കാദമി. മുദരിസ് അക്കാദമിയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഫോളോ അപ്പോടുകൂടെ ഈ വിഷയത്തിൽ പരിഹാരം നൽകപ്പെടുന്നു. അതിന് താല്പര്യമുള്ളവരെ ഞങ്ങൾ ഹാപ്പി സോണിൻ്റെ മുറ്റത്തേക്ക്, ഹാപ്പി സോണിൻ്റെ ഗ്രൗണ്ടിലേക്ക്, ഹാപ്പി സോണിൻ്റെ ഈ അലങ്കാരപൂർണമായ അറകളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യു ആർ വെൽക്കം. മർഹബം ബിക്കും ജമിഅൻ.